വിഴിഞ്ഞം കണ്ടെയ്നർ അപകടത്തിലെ രാസവസ്തുക്കൾ വീണ്ടും കരയ്ക്കടിഞ്ഞു. കണ്ടെയ്നറിൽ നിന്നും വീണ 150 പ്ലാസ്റ്റിക് ചാക്കുകളാണ് കരയ്ക്കടിഞ്ഞത്. എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, വിശദാംശങ്ങൾ പറയൂ. വർഷമാണ് അന്ന് കണ്ടെയ്നർ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഈ തീരദേശത്തൊക്കെ ആശങ്കയുണ്ടായിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടായിരുന്നു, എന്തൊക്കെ രാസവസ്തുക്കളാണ് കടലിൽ പെട്ടുപോയത് എന്നുള്ള തരത്തിൽ. അപ്പോഴും ഈ വർക്കല, അഞ്ചുതെങ്ങ് ഭാഗങ്ങളിൽ, വിഴിഞ്ഞത്ത്, പിന്നെ കുളച്ചൽ, ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഓരോരോ അസംസ്കൃത വസ്തുക്കളൊക്കെ കരയ്ക്കടിഞ്ഞിരുന്നു. അതെല്ലാം ആശങ്കയോടെയാണ് തീരദേശവാസികൾ കണ്ടത്. പക്ഷേ ആശങ്കപ്പെട്ടതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും അന്നൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയായിരുന്നു. ഇത്രയും നാൾ കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും ആ കണ്ടെയ്നറിൻ്റെയും ഒപ്പം തന്നെ ഈ രാസവസ്തുക്കളെയും അംശങ്ങൾ കടലിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് ഇന്നിപ്പോൾ വീണ്ടും കുറേ പ്ലാസ്റ്റിക് ചാക്കുകൾ കരയ്ക്കടിഞ്ഞിരിക്കുന്നത്. 150ഓളം പ്ലാസ്റ്റിക് ചാക്കുകളുണ്ട്. അന്നൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ചാക്കുകളിലും ഈ പ്ലാസ്റ്റിക് തരികളാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളും അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായത്. ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല. 150 ചാക്കുകളും തീരദേശവാസികൾ തന്നെ അതെല്ലാം കടലിൽ നിന്നെടുത്ത് കരയ്ക്കൊരു ഭാഗത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ മറ്റ് അധികാരികളൊക്കെ വന്ന് വേണം സ്വീകരിക്കാം.